ഇൻ സോളിറ്റ്യൂഡ് ദ മൈൻഡ് ഗെയിൻസ് വാട്ട് ദ വേൾഡ് ലോസസ്. ലോകത്ത് എന്താണോ നഷ്ടപ്പെടുന്നത് അത് ഏകാന്തതയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഐറിഷ് നോവലിസ്റ്റും ചിന്തകനുമായ ലോറൻസ് സ്റ്റേൺ പറഞ്ഞതാണ് ഈ വാചകം. പുതിയ ചിന്തകളും ഉൾക്കാഴ്ചകളും ആശയങ്ങളും ഏകാന്തതയിൽ നമുക്ക് ലഭിക്കുന്നു. കേട്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? സാരമില്ല, ഇനി പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അതിൽ നിങ്ങൾക്ക് സ്വയം ഉത്തരം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുണ്ടോ? ഒറ്റയ്ക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ചുറ്റുപാടിൽ നിന്നുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ തീരുമാനമെടുക്കാനുള്ള ധൈര്യമുണ്ടോ? ഇവയൊക്കെ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ ജീവിതത്തിൽ വിജയത്തിലെത്താനും നിങ്ങൾക്ക് കഴിയും. പലർക്കും ഇതൊരു തമാശയായി തോന്നാം. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത നിരവധി പേരുണ്ട്. കൂടെ ഒരാളില്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ കഴിയാത്തവർ. നമ്മുടെയൊക്കെ സെൽഫ് ഡിസ്കവറിക്കും വെൽത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഏകാന്തത. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏറ്റവും സ്മാർട്ടായ ആളുകൾക്ക് കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഏകാന്തതയെ ഭീകരമായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മറ്റൊരാളോട് പങ്കുവെക്കുമ്പോൾ അതേ ഇൻറ്റൻസിറ്റിയോടെ അയാൾക്കത് മനസ്സിലാകുമെന്ന്? ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നൊരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. അതിലെ ശ്രദ്ധേയമായ ഒരു ഡയലോഗുണ്ട്. യു നെവർ റിയലി അണ്ടർസ്റ്റാൻഡ് എ പേഴ്സൺ അണ്ടിൽ യു കൺസിഡർ തിങ്സ് ഫ്രം ഹിസ് പോയിന്റ് ഓഫ് വ്യൂ, അണ്ടിൽ യു ക്ലൈംബ് ഇൻസൈഡ് ഓഫ് ഹിസ് സ്കിൻ ആൻഡ് വോക്ക് എറൗണ്ട് ഇൻ ഇറ്റ്. മനുഷ്യരുടെ കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾ ഒരാളുടെ ശരീരത്തിലെ തൊലിയോട് ചേർന്ന് അയാളായി മാറി അയാളുടെ ചുറ്റുപാടുകളിലൂടെ നടക്കുമ്പോൾ മാത്രമേ അയാളെ അതേ ഇൻറ്റൻസിറ്റിയോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ. നമുക്ക് ഒരു കാര്യത്തോട് അകമഴിഞ്ഞ ആഗ്രഹമുണ്ട്. ആ കാര്യം നേടിയെടുക്കുന്നതിൽ 100% നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ പോലും ചുറ്റുമുള്ളവർക്ക് അതൊരു ഡൗട്ട്ഫുള്ളായ കാര്യമായിരിക്കും. നിങ്ങളെ അവർ സംശയത്തിൻ്റെ കണ്ണോടെ നോക്കും. നിങ്ങൾക്ക് ഇത് സാധ്യമാണോ എന്ന്. നമ്മൾ ജനിച്ചു വീണത് ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അതിനിടയിലെ കൊച്ചു ജീവിതത്തിൽ എല്ലാത്തിനും മറ്റൊരാളുടെ വാലിഡേഷൻ വേണമെന്നും സപ്പോർട്ട് വേണമെന്നും ആഗ്രഹിക്കുന്നത് എന്തിനാണ്? എല്ലാത്തിനും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഒരു കഠിനമായ പനി വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറില്ല. അത് നിങ്ങൾ തന്നെ കഴിക്കണം. അതുപോലെ നിങ്ങൾക്ക് ജീവിത വിജയത്തിൽ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഒറ്റയ്ക്ക് പോരാടണം. ഏകാന്തതയിൽ സമാധാനം കണ്ടെത്തി എങ്ങനെ ഒരു സക്സസ്ഫുള്ളായ ജീവിതം കെട്ടിപ്പടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അതിലേക്ക് നമുക്ക് കടക്കാം. ബെനിഫിറ്റ്സ് ഓഫ് ബീയിങ് എലോൺ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നും നിങ്ങൾക്ക് ആരാണ് ആയിത്തീരേണ്ടതെന്നും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉപാധി ഏകാന്തതയാണ്. ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. മനുഷ്യരുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അനാവശ്യമായ പല ഡിസ്ട്രാക്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും. നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ പ്രവർത്തിക്കാനാകും. ഇവിടെ മറ്റുള്ളവർക്കായി നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കേണ്ടതായും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അയാളുടെ ഓരോ മൂഡിനനുസരിച്ച് ഒരു ചായ കുടിക്കാനും ഔട്ടിങ്ങിന് പോകാനും നിങ്ങളെ നിർബന്ധിക്കും. സൗഹൃദത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്കത് നിരസിക്കാനും കഴിയില്ല. വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പോവേണ്ട എന്ന് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് അതിന് അനുവദിക്കുകയുമില്ല. കാരണം ആർക്കാണ് സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടമല്ലാത്തത്? എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ആരുമായി ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പുറത്തു പോകാനുള്ള നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് തന്നെ കെട്ടിയിടാൻ കഴിയും. അല്ലെങ്കിൽ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയാനും സാധിക്കും. ഗ്രോത്തിന് വേണ്ടി എല്ലാവരെയും മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയായിരിക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അവന് നിലനിൽപ്പുണ്ടാകില്ല. ആളുകളുമായുള്ള ബന്ധം വേണം. എന്നാൽ അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയിട്ടല്ല,
അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ച് മറ്റൊരാളോട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ചേക്കും. എന്നാൽ പരിഹാരം പലപ്പോഴും ലഭിക്കാറില്ല. എല്ലാ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും മറ്റൊരാളോട് പങ്കുവെച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നല്ലതാണ് അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് സ്വയം മുന്നോട്ട് പോകുന്നത്. ഓരോ ആളുകൾക്കും അവരുടേതായ 100 കണക്കിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി അവർ പരിഹരിക്കേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണ്. ഇത് സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമാണ്. കൂടാതെ എല്ലാ പ്രശ്നങ്ങളെയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിരോധശേഷി കൂടിയാണ് കൂടുന്നത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള ആളുകളുടെ നെഗറ്റീവ് അഭിപ്രായങ്ങളും അവരുടെ ജഡ്ജ്മെൻ്റ് രീതികളും പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സെൽഫ് ഡൗട്ട് ഉണ്ടാക്കാൻ കാരണമാക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള സാഹചര്യം ഏകാന്തത പരിശീലിക്കുന്നത് വഴി ഇല്ലാതാക്കാം. സ്റ്റീവ് ജോബ്സ് മുതൽ നിക്കോള ടെസ്ല വരെയുള്ള നിരവധി സക്സസ്ഫുൾ വ്യക്തികൾ ഏകാന്തതയിൽ നിന്നാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്കിരിക്കുന്നവൻ്റെ ഏറ്റവും അടിസ്ഥാനം സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. സ്വാതന്ത്ര്യത്തിനപ്പുറം എന്താണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം? ആളുകളുമായി അനാവശ്യമായി ഇമോഷണൽ കണക്ഷൻ വയ്ക്കുന്നത് അവർക്ക് നിങ്ങളുടെ പാതി വിൽക്കുന്നതിന് തുല്യമാണ്. ഈ ഇമോഷണൽ കണക്ഷൻ്റെ പുറത്ത് അവരുടെ ശരികളെയും തെറ്റുകളെയും ഒരുപോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ വ്യക്തിത്വത്തെയും അഭിപ്രായങ്ങളെയും മൂടി വയ്ക്കാൻ പ്രേരിപ്പിക്കും. ഏകാന്തത ഒരു മോശം കാര്യമൊന്നുമല്ല. നിങ്ങളെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റായ വ്യക്തിയാക്കി എടുക്കുന്നതിൽ ഏകാന്തതയ്ക്ക് വലിയ പങ്കുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവനെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയില്ല. ലോൺലിനെസ് ഈസ് ദ പോവർട്ടി ഓഫ് സെൽഫ്, സോളിറ്റ്യൂഡ് ഈസ് ദ റിച്ച്നെസ് ഓഫ് സെൽഫ്. എംബ്രേസ് ദ ചലഞ്ചസ്. വളരെ നിശബ്ദമായ ഒരു വലിയ ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു മുറിയിൽ കിടക്കുന്നത് പോലെയാണ് ഒറ്റയ്ക്ക് താമസിക്കുക എന്നത് ആദ്യം അനുഭവപ്പെടുക. ഏകാന്തതയിലേക്കുള്ള ആദ്യത്തെ ആ അനുഭവം നിങ്ങളെ പേടിപ്പിച്ചേക്കാം. എങ്ങനെ ഈ നിശബ്ദതയെ ഞാനൊരു ഹോം ഫീലിലേക്ക് എത്തിക്കുമെന്ന് പലവട്ടം സംശയം തോന്നാം. എങ്ങനെ നമ്മുടെ സ്വന്തം സെൽഫിനോട് കൂട്ടുകൂടാം എന്നത് മറ്റൊരു കടമ്പയാവാം. ഒരുപാട് ആളുടെ കൂടെ നടക്കുന്നത് പോലെയല്ല ഒറ്റയ്ക്ക് നടക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന ഓരോ ചുവടുകളും നമ്മുടെ ചെവിക്ക് തന്നെ കേൾക്കാം. മാറ്റങ്ങൾ തിരിച്ചറിയാം. ഏകാന്തതയെ കൂട്ടുപിടിക്കുന്നത് ജീവിതത്തിലെ വ്യത്യസ്തമായ ഒരു ജേണിയായിരിക്കും. ഏകാന്തതയെ പേടിച്ചു നിന്ന നിങ്ങളിൽ നിന്നും അതിനെ ആലിംഗനം ചെയ്യുന്ന നിങ്ങളിലേക്കെത്തും. ജീവിതത്തിൽ എങ്ങനെ ബാലൻസ് കണ്ടെത്താം എന്നതിൽ ഗൗതമ ബുദ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നിൽ അധികമോ മറ്റൊന്നിൽ കുറവോ അല്ല, ഏകാന്തത ഇതിനിടയിൽ നിന്നുകൊണ്ട് ഇവ ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഇത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചോ ഒറ്റയ്ക്കാവുന്ന സന്ദർഭങ്ങളിൽ സന്തോഷ നിമിഷങ്ങൾ കൊണ്ട് എങ്ങനെ നിറയ്ക്കാം എന്നതിനെക്കുറിച്ചോ അല്ല, ഏകാന്തതയിലും എങ്ങനെ സമാധാനപരമായി ഇരിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും സമാധാനം കണ്ടെത്താനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണോ നമ്മൾ പ്രയോറിറ്റി നൽകുന്നത് അതിനു വേണ്ടിയാണ്. ഏകാന്തതയിലേക്കുള്ള ഈ യാത്ര നമുക്ക് നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആവാനും, നമ്മിൽ കംഫർട്ടബിൾ ആവാനും, നമ്മിൽ തന്നെ സന്തോഷം കണ്ടെത്താനും, ഏറ്റവും മുകളിൽ നമ്മുടെ ഓൺ കമ്പനി എൻജോയ് ചെയ്യാനുമാണ്. ഒരു കാര്യത്തെപ്പറ്റി പ്ലാൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഏകാന്തതയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പും വെച്ചു തുടങ്ങി അതിലേക്ക് എത്തിച്ചേരാൻ ഇത് സഹായിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങൾക്കതിലൊരു ആനന്ദം തീർച്ചയായും കണ്ടെത്താൻ കഴിയും. നിങ്ങളിൽ സ്വയം വിശ്വാസം വളർത്തിയെടുക്കും. ഏകാന്തതയെ തോന്നിയതുപോലെ ഒന്നും ചെയ്യാതെ ജീവിക്കാനുള്ള അവസരമായല്ല കാണേണ്ടത്. ആ സമയം എങ്ങനെ ശരിയായി വിനിയോഗിക്കാം എന്നതാണ് പഠിക്കേണ്ടത്. ഒരു ഡെയിലി റൊട്ടീൻ ഡെവലപ്പ് ചെയ്യുന്നത് ജീവിതത്തിന് ഒരു സ്ട്രക്ചറും മീനിങ്ങും ഉണ്ടാക്കും. ഫിസിക്കലി മാത്രമല്ല, ഇമോഷണലിലും സ്പിരിച്വാലിറ്റിയിലും നിങ്ങളുടെ സെൽഫിനെ കെയർ ചെയ്യാൻ ഏകാന്തത നിങ്ങളെ സഹായിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു കോൺഫിഡൻസ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ കമ്പനി കീപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മാറും. നമ്മുടെ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും നീഡ്സിനെയും മനസ്സിലാക്കി ആരിലും ഡിപ്പെൻഡൻസ് ഇല്ലാതെ തനിയെ ജീവിക്കാൻ കഴിയുമെന്ന
കോൺഫിഡൻസ് ഇത് നൽകുകയും ശക്തമായി ഒരാളുടെ മുൻപിൽ നിലനിൽക്കാനും കഴിയും. ചുറ്റുപാടും നമുക്ക് ആരും നോക്കാനില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക നമ്മിലേക്കാണ്. അതിനാൽ തന്നെ ജീവിതത്തിലെ ഏത് ആസ്പെക്റ്റിലും സെൽഫ് അവെയർനെസ്സിനും സെൽഫ് കെയറിനും സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്യാനും ഏകാന്തത സഹായിക്കും. ഒരുപാട് ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്ത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ അലിഞ്ഞു ചേരുമ്പോൾ നിങ്ങളുടെ ഓരോ മാറ്റങ്ങളും ചലനങ്ങളും നിങ്ങൾ അനുഭവിച്ചറിയാൻ തുടങ്ങും. ലോൺലിനെസ് ഈസ് എ ഷാഡോ ദാറ്റ് ബ്രൈറ്റൻ ദ ലൈറ്റ് ഓഫ് ദി സോൾ. ഹൗ ടു ബി കംഫർട്ടബിൾ വിത്ത് ലോൺലിനെസ് ഫോർ സക്സസ്. ആദ്യം ഏകാന്തത ഒരു പണിഷ്മെൻ്റ് അല്ല, അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള ചോയ്സ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വളരാനുള്ള ഒരു ക്വൈറ്റ് സ്പേസ് ഉണ്ടാക്കിയെടുക്കലാണത്. ഏകാന്തതയെ സമാധാനം എന്നൊരു ഡെഫിനിഷനിൽ ഒരുക്കരുത്. ഇത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും നിങ്ങളെ സ്വയം മനസ്സിലാക്കാനുമുള്ള സ്പേസാണ്. ഇവിടെ നിങ്ങൾക്ക് മത്സരബുദ്ധിയോടെ സമീപിക്കാൻ ആരുമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളോട് തന്നെയുള്ള യുദ്ധമാണ്. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിച്ചു തുടങ്ങണം. നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയുള്ള ഡീപ്പ് ക്വസ്റ്റ്യൻസ് നിരന്തരം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ ഈ ഏകാന്തത നിങ്ങൾക്കൊരു ഭാരമായി തോന്നിയേക്കാം. മനുഷ്യരാണല്ലോ. അപ്പോൾ മൈൻഡ് റിലാക്സ് ആക്കുന്നതിനായി ഒരു വാക്കിനോ ഔട്ടിങ്ങിനോ പോകാം. ഇടയ്ക്കൊക്കെ ഒരു സോളോ ഡേറ്റ് ഒക്കെ ആവാം. മറ്റുള്ളവരെ നന്നായി ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായി ട്രീറ്റ് ചെയ്തു തുടങ്ങുക. ഏകാന്തതയെ നിങ്ങളുടെ ജീവിതം പെർഫെക്റ്റ് ആക്കുന്നതിനുള്ള ഇന്ധനമായി കാണുക. എല്ലാ കാര്യത്തിനും ടൈം മാനേജ്മെൻറ്റ് പ്രധാനമാണ്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാൽ നിങ്ങളെ ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് സമയം വെറുതെ കളയാനായി ടെൻഡൻസി ഉണ്ടാക്കും. അതിന് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കണം. നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ പ്രശംസയിലല്ല നിങ്ങളുടെ കണ്ണ് പോകേണ്ടത്, സ്വയം ആത്മസംതൃപ്തിയിലാണ്. നിങ്ങളുടെ ഓരോ വിജയങ്ങളും ഏറ്റവും സ്വകാര്യമായി വയ്ക്കുക. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള തടസ്സം സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കരുത്. നിശബ്ദമായ വളർച്ച ഏറ്റവും പവർഫുള്ളാണ്. കുറേ കാലം കഴിഞ്ഞ് നിങ്ങളുടെ വളർച്ച മറ്റുള്ളവർ കണ്ടറിയുമ്പോൾ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തിലേക്ക് നിങ്ങൾ വളർന്നു കാണും. ഒറ്റയ്ക്കാവാൻ ആഗ്രഹിക്കുന്നവരെക്കാൾ ഒറ്റയ്ക്കായി പോയവരാണ് കൂടുതലും. അങ്ങനെ ഒറ്റയ്ക്കായി പോയവർ കൂടുതലും ഒരു കാലത്ത് മറ്റൊരാളെ പരിധിയിലധികം ആശ്രയിച്ചവരായിരിക്കും. അവർക്കെപ്പോഴും ഏകാന്തത ഒരു ഭാരമായി തോന്നിയേക്കും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ മുൻപിൽ നിങ്ങൾ കുറവാകുന്നത് പോലെയാണ്. ഏകാന്തതയുടെ സ്വാദ് അനുഭവിച്ചറിഞ്ഞവർ അത് ആസ്വദിച്ചു തുടങ്ങിക്കാണും. അതിനൊരു കംഫർട്ട് കണ്ടെത്തി തുടങ്ങും. ഒരിടത്ത് ഏകാന്തതയെ വളരെയധികം നീരസത്തോടെ കണ്ടിരുന്ന രോഹൻ എന്ന് പേരുള്ള കുട്ടിയുണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്കിരിക്കാൻ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ്റെ പക്കലുള്ള എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് അവന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. രോഹന് ഒരു ചങ്ങാതിക്കൂട്ടമുണ്ടായിരുന്നു. അവൻ അവരുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ അവർ അവനെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിരുന്നു. അവർക്ക് അവനെ ഒരുമിച്ച് കൂട്ടാൻ താല്പര്യമില്ലായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾക്കും അവനെ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ഒരിക്കലൊരു വൈകുന്നേരം നദിയുടെ തീരത്ത് അവൻ്റെ ഈ ചങ്ങാതിക്കൂട്ടം കളിക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടിക്കൂടാൻ നോക്കിയപ്പോൾ അവരിൽ നിന്ന് ഒരാൾ മുന്നിലേക്ക് കടന്നു വന്ന്, നിനക്കെപ്പോഴും ഒരാളെ വേണം, ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ അറിയില്ല, ഇങ്ങനെ പോയാൽ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. രോഹന് പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോൾ മനസ്സിലായില്ല. എങ്ങനെയാണ് ഒരാൾക്ക് ഒറ്റയ്ക്ക് സന്തോഷവാനായി ഇരിക്കാൻ കഴിയുക എന്ന ചിന്ത അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. നദിയുടെ കുറച്ച് അകലെയായി ഒരു ബോധിവൃക്ഷം ഉണ്ടായിരുന്നു. അതിന് കീഴിൽ ഒരു സന്യാസി എപ്പോഴും ധ്യാനത്തിന് ഇരിക്കാറുണ്ടായിരുന്നു. രോഹൻ പലപ്പോഴും അയാളെ കണ്ടിട്ടുണ്ട്, എന്നാൽ മിണ്ടിയിട്ടില്ല. പെട്ടെന്ന് അവന് അയാളെ ഓർമ്മ വന്നു. കൂട്ടുകാർ തള്ളിക്കളഞ്ഞ വിഷമത്തിൽ അവൻ അയാളുടെ മുന്നിൽ പോയിരുന്നു. സന്യാസി എന്തെങ്കിലും സംസാരിക്കാനായി അവൻ കാത്തിരുന്നു. പക്ഷേ അയാളൊന്നും സംസാരിച്ചില്ല. എങ്കിൽ കണ്ണു തുറക്കട്ടെ എന്നവൻ ഓർത്തു. അതും സംഭവിച്ചില്ല. ക്ഷമ നശിച്ച രോഹൻ ഒച്ചയിട്ടുകൊണ്ട് സന്യാസിയെ പിടിച്ചു കുലുക്കി. അപ്പോഴും അയാൾ ചലിച്ചില്ല. അല്പസമയത്തിന് ശേഷം അദ്ദേഹം സാവധാനം കണ്ണുകൾ തുറന്നു. അയാളുടെ കാതുകൾ അവൻ്റെയും കൂട്ടുകാരുടെയും സംഭാഷണം ശ്രദ്ധിച്ചിരുന്നു. അയാൾ അടുത്തിരുന്ന
ഒരു ബോൾ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവൻ സംശയഭാവത്തിൽ അയാളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. തുടർന്ന് സന്യാസി അവനോട് അടുത്തുള്ള നദിയിൽ നിന്നും പാത്രം നിറയെ വെള്ളം എടുത്തു വരാൻ പറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് അവൻ നദിക്കരയിലേക്ക് ചെന്നു. എന്നാൽ നിർഭാഗ്യവശാൽ വെള്ളം എടുത്ത് തിരിച്ചു വരുന്നത് വഴി ബൗളിൽ നിന്നും വെള്ളം മുഴുവൻ തുളുമ്പിപ്പോയി. അവൻ സന്യാസിയുടെ അടുക്കൽ എത്തിയിരുന്നു, പക്ഷേ ബൗളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാനിത് വിട്ടുകൊടുക്കില്ലെന്ന ഭാവത്തിൽ അവൻ വീണ്ടും നദിക്കരികിലേക്ക് ചെന്നു. എന്നാൽ തിരിച്ചു വരുന്നത് വഴി ഒരു കല്ലിൽ തട്ടി നിലത്ത് വീണ് വെള്ളം മുഴുവൻ മറിഞ്ഞുപോയി. സന്യാസി പരാജയം സമ്മതിച്ചോളൂ എന്ന് പറയുകയും തനിക്ക് അതിന് സമ്മതമല്ലെന്ന് അവൻ മറുപടി കൊടുക്കുകയും ചെയ്തു. ശേഷം വീണ്ടും നദിക്കരികിലേക്ക് ചെന്നു. എന്നാൽ ഇത്തവണയും വെള്ളം തുളുമ്പിപ്പോയി. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അവൻ്റെ സഹി കിട്ടു. ഞാൻ എത്ര ശ്രദ്ധിച്ചു വെള്ളം കൊണ്ടുവന്നാലും അത് തുളുമ്പിപ്പോകുന്നു, എന്തു ചെയ്യും? അവൻ സന്യാസിയോട് ചോദിച്ചു. അല്പം പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി ആ ബൗൾ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. നൗ ഇറ്റ്സ് ഹോൾഡ് എവരിത്തിങ് എന്ന് മറുപടി നൽകി. റോഹൻ സംശയത്തോടെ ബൗളിലേക്ക് നോക്കി, പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. സന്യാസി അവനെ ഒന്ന് തലോടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, ആൻ എംപ്റ്റി ബൗൾ ഈസ് നെവർ എംപ്റ്റി. അത് ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ തയ്യാറാണ്. റോഹൻ നിശബ്ദമായി ബൗളിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങൾ അവൻ കണ്ടെത്തി. അവൻ്റെ പ്രശ്നത്തിനും അവൻ ചുറ്റും നോക്കി. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിരുന്നു. നദിയെ തഴുകിക്കൊണ്ട് ഇളങ്കാറ്റ് അപ്പോഴും കടന്നു വന്നു. ആദ്യമായി അവൻ ഏകാന്തതയുടെ ഭാരം കുറഞ്ഞതുപോലെ തോന്നി. റോഹൻ സന്യാസിയുടെ വാക്കിന് മറുപടി ഒന്നും നൽകിയില്ല. ആരെങ്കിലും കൂടെ വേണം എന്നതിനെപ്പറ്റിയും ചിന്തിച്ചില്ല. പക്ഷെ അവൻ്റെ മനസ്സ് ശൂന്യവും ആയിരുന്നില്ല. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഏകാന്തത എല്ലാവരും പേടിക്കുന്നു. അവർ അവരുടെ സൈലൻസിനെ നോയ്സ് കൊണ്ട് നിറയ്ക്കുന്നു. ശൂന്യത ഒരു പേടി വസ്തുവല്ല. എംപ്റ്റിനെസ് ഈസ് സ്പേസ്. ഇറ്റ് ഈസ് എ സ്പേസ് വെയർ പീസ് ഗ്രോ.